Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Okay, the vice here now. Yeah. Vice നിങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് MBO? ഓക്കെ, നമ്മള് എവിടെ വരെ എടുത്ത് നിർത്തിയത്? ഗോൾ സെറ്റിംഗ് അല്ലെ? എവിടെ വരെ? ആക്സെപ്റ്റൻസ്, ഗോൾ സെറ്റിംഗ് പ്രാക്ടീസ് തുടങ്ങി നമുക്ക് എടുക്കാം അല്ലെ? ആണോ? ഓക്കെ, നമ്മള് കണ്ടു എന്താണ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും കമ്പനിയിലാണെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തിയൊക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ ബാക്കി ബാലൻസ് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? ഗോൾ സെറ്റിംഗ് ഇൻ പ്രാക്ടീസ്. പ്രാക്ടിക്കലി അതൊക്കെ കാര്യങ്ങൾ നോക്കാം. The most clear implication of a goal setting theory is that managers should be helping subordinates to set goals that are specific and reasonably difficult, and that subordinate accept and internalize their as their own. Okay, നമുക്കറിയാം വലിയ മിക്കവാറും വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ എല്ലാവരെയും കൂടി ഇരുത്തി ഒരു തീരുമാനങ്ങൾ എടുക്കാന്നൊക്കെ പറയുന്നത് വിളിച്ച കാര്യമൊക്കെയാണ്. കാരണം എപ്പോഴും അല്ലെ തീരുമാനങ്ങളൊക്കെ സ്ഥാപിതമാക്കിയിട്ട് അവരെ കൊണ്ട് ഇന്ന രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാനായിരിക്കും തീർച്ചയായിട്ടും മാനേജേഴ്സിന് എളുപ്പം അല്ലെ. എനിവേ, പക്ഷെ നമുക്കറിയാം അവരെയും കൂടെ ഉൾപ്പെടുത്തി ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, പക്ഷെ അത് റിസ്ക് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. Apart from this, there are a number of issues that arise in the implementation goal setting in practice. So, അതുകൊണ്ട് തന്നെ ഗോൾ സെറ്റിംഗ് നമുക്കറിയാം അത് പ്രാക്ടിക്കലി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ സ്പെസിഫിക് എന്താണ് specificity of a goal is essential and measurability is desirable. It should not affect in identifying meaningful and valid objective measures of a goal's attainment. ഓക്കെ, നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തു കൊടുക്കാൻ നല്ലതാണ്, പക്ഷെ ഈ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരായിരിക്കും ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തീരുമാനം എടുക്കുക എന്നതിന്റെ ഫാക്ടറാണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം ഇതൊരു എസെൻഷ്യലി മെഷറബിൾ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതൊരു അല്ലെ ആനുപാതികമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അവർക്ക് ഇതൊക്കെ വില്ലിങ് ആവോ അല്ലെ, ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന എംപ്ലോയീസിന് ഓക്കെയാണോ എന്നൊക്കെ മെഷർ ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും നല്ലതായ കാര്യം തന്നെയാണ്. It should not affect in identifying meaningful and valid objectives measure of a goal attainment. നമ്മള് അങ്ങനെയൊന്നും മെഷർ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഗോള് സെറ്റ് ചെയ്താൽ ചിലപ്പോൾ വേണമെങ്കിൽ അല്ലെ നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലോ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് it should not affect in identifying meaningful and valid objective measure of a goal attainment. നമ്മളിങ്ങനെ ഒരു മെഷർമെന്റും എടുക്കാതെ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും പേഷ്യൻസിന് ഇത്രയും സ്റ്റാഫ് മതി, കേസ് ഓക്കെ അവർക്ക് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ എടുക്കാം മതിയാകും എന്നൊക്കെ മെഷറബിൾ ആയിട്ട് അല്ലെ നമുക്കറിയാം. ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഒരു മാനദണ്ഡമൊക്കെ വെച്ചിട്ട് അളന്ന് നമുക്ക് മനസ്സിലാക്കി എടുത്തിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം നമുക്കറിയാം ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. Managers can stimulate goal acceptance in at least 3 ways. വേണമെങ്കിൽ മാനേജേഴ്സിന് ഇതുമായി ബന്ധപ്പെട്ട 3 രീതികൾ അല്ലെ ചെയ്യാൻ തീർച്ചയായിട്ടും എപ്പോഴും സപ്പോർട്ടിനേറ്റീവും കൂടി ഉൾപ്പെടുത്തിയിട്ട്, അതായത് എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയും കൂടി ഉൾപ്പെടുത്തി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് റിസ്ക് പിടിച്ച ഫാക്ടർ ആണെങ്കിൽ തന്നെ മാനേജേഴ്സിന് വേണമെങ്കിൽ
അറ്റ്ലീസ്റ്റ് 3 വേസിൽ കൂടെ വേണമെങ്കിൽ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാം. അതിൽ പറയുന്നത് ബൈ ഇൻവോൾവിംഗ് സബോർഡിനേറ്റിന്റെ ഗോൾ സെറ്റിംഗ് പ്രോസസ്സ് വേണമെങ്കിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. ചിലപ്പോൾ ഒരു 1-2 റെപ്രസെന്റേറ്റീവിനെ വേണമെങ്കിൽ ഉൾപ്പെടുത്തിയിട്ട് ഡിസിഷൻ എടുക്കാം. തീർച്ചയായിട്ടും അവരെയും കൂടി ഉൾപ്പെടുത്തി ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അവരെയും കൂടി ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും അല്ലെ, ഒരു കടപ്പാടുണ്ടാവും. അവര് സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവര് അവിടെ പ്രത്യേകമായിട്ട് പ്രകടിപ്പിക്കും. കാരണം നമ്മളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണല്ലോ തീരുമാനം എടുത്തത് എന്നുള്ളൊരു രീതി അവരുടെ മൈൻഡിൽ ഉണ്ടാവും. സോ അവരെങ്ങനെയെങ്കിലും അല്ലെ വർക്കുകൾ ഏൽപ്പിച്ചത് തീർക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. സോ ഫസ്റ്റ്ലി പറയാണ്, മാനേജേഴ്സിന് വേണമെങ്കിൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ്ലി ബൈ ഇൻവോൾവിംഗ് സബോർഡിനേറ്റിംഗ് ഗോൾ സെറ്റിംഗ് പ്രോസസ്സ്, ഗോള് നിശ്ചയിക്കുന്ന ടൈമിൽ അവരെ കൂടി ഉൾപ്പെടുത്താം. By demonstrating a supportive attitude and approach towards his or her subordinate. വേണമെങ്കിൽ അവര് പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മനോഭാവം എന്താണെങ്കിലും അറിഞ്ഞിട്ട് അവരെ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ അവരുടെ മനോഭാവം ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അല്ലെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെ, ഏത് ഡ്യൂട്ടിയാണെങ്കിലും ഓക്കെ അവരുടെ മനോഭാവം എന്താണെന്നെങ്കിലും അറിയാനായിട്ട് ശ്രമിക്കുക. By trying various rewards to achievement goals. വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങളൊക്കെ കൊടുത്തിട്ട് അച്ചീവ്മെന്റ് കൊടുക്കുക അല്ലെ, ആ ഗോൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ റിവാർഡ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാം അല്ലെ. നമ്മളിപ്പോ ബുദ്ധിമുട്ട് ചലഞ്ച് നിറഞ്ഞ വർക്കുകളൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ മാനേജേഴ്സിന് വേണമെങ്കിൽ പാരിതോഷികങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ട് ആ ഗോള് അച്ചീവ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, എല്ലായ്പ്പോഴും ഏതൊരു തിയറി ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നവരുമുണ്ട്, കുറച്ചുപേര് വിമർശിക്കുന്നവരുമുണ്ട്. അപ്പൊ ഈ ഒരു ഗോൾ സെറ്റിംഗ് തിയറിയെങ്കിലും അത് തന്നെയാണ്. വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവരും ഉൾപ്പെടുത്തി ചിലപ്പോൾ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെ ഒരു റയർ പേഴ്സണൊക്കെ ഉൾപ്പെടുത്താം ബൈ ഇൻവോൾവിംഗ് സബോർഡിനേറ്റിംഗ് ഗോൾ സെറ്റിംഗ് പ്രോസസ്സ്. അതല്ലാത്ത പക്ഷം വേണമെങ്കിൽ നമുക്കറിയാം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്, മനോഭാവം എന്താണെന്നുള്ളത് ഈ ഗോള് നമ്മൾ തീരുമാനിക്കുമ്പോൾ എംപ്ലോയീസിന്റെ മനോഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ കുറച്ച് പാരിതോഷികങ്ങളെല്ലാം അവർക്ക് കൊടുത്തുകൊണ്ട് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ അല്ലെ, ചില റിസ്ക് പിടിച്ച ചലഞ്ച് നടിച്ച കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഇത്രയും അല്ലെ കുറച്ച് സാലറി കൂട്ടിത്തരാം എന്നൊക്കെ അവർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ ചലഞ്ചുകളൊക്കെ വഹിക്കാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ആ രീതിയിലൊക്കെ മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. മാനേജ്മെന്റ് ഓഫ് ബൈ ഒബ്ജക്റ്റീവ്സ് is a managerial technique for improving motivation and performance using positive principles. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെക്നിക്കാണ് അല്ലെ, ഒരു തരത്തിൽ എംപ്ലോയീസിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അവർക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുത്ത് അവരെ കേസ് ഡിസിഷൻ എടുക്കുമ്പോൾ അവരുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പാക്കി അല്ലെങ്കിൽ അവരുടെ മനോഭാവം എന്താണെന്ന് ആദ്യം തന്നെ ചോദിച്ചറിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാം. അതല്ലെങ്കിൽ പാരിതോഷികങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ടെക്നിക്കാണ് അല്ലെ, ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണെന്നാണ് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ണോ? നേരത്തെ നമ്മൾ കുറച്ച് ഭാഗമൊക്കെ എടുത്ത് വെച്ചതാണ്. ഓക്കെ, നമുക്ക് അധികം എടുത്തു പോകാനില്ല, ക്ലാസ്സുകൾ കിടപ്പുണ്ട് അല്ലെ, സ്പീഡിൽ എടുത്തു പോകേണ്ടതുണ്ടോ? എന്റെ ക്ലാസ്സും കൂടി ഒക്കെ ഉള്ളൂ എന്ന് തോന്നണം അല്ലെ. ഇത് ഓരോ തിയറിയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്പീഡിൽ പോകാത്തത്. വേഗം ഓടിച്ചു വിട്ടാൽ ചിലപ്പോണെങ്കിൽ വിളിക്കാൻ ഇച്ചിരി ടൈം എടുക്കും. നമുക്കൊരു 5 പേജ് അല്ലെ, അടുത്ത ക്ലാസ് കൊണ്ട് എന്തായാലും പേജ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറിയാണ്. എന്താണ് കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി പറയുന്നത്? റിസർച്ചർ ചാൾസ് in 1960 has reported that extrinsic motivation like pay or rewards for a job which has an intrinsic motivation conduct prior to such rewards tend to decrease the overall level of motivation. ഓക്കെ, നമ്മളിപ്പോ ജസ്റ്റ് ഗോളിന്റെ അല്ലെങ്കിൽ അവാർഡ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയുള്ളൂ. അപ്പൊ ഈ തിയറിയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, ആന്തരികമായിട്ടുള്ള മോട്ടിവേഷൻ അത്
അതേപോലെ തന്നെ ബാഹ്യ മോട്ടിവേഷന് കൂടെ പറയുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കുറെ അവാർഡുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പവർ കിട്ടില്ല. ചിലർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് പേടിയൊക്കെ വരുന്ന ചില സംഗതികളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട സ്ട്രെസ് ഒക്കെ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് അല്ലെ. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും. ഇൻ കേസ് ഡിജിറ്റൽ എന്തെങ്കിലും എറർ സംഭവിച്ചാലും വേണ്ട, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ട ചില സംഗതികൾ ഉണ്ടാവും. ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഉണ്ടാവോ ജോലി ഇടങ്ങളില്? ചില ജോലിയിടങ്ങളില് അല്ലെ ആരും റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ എത്ര പാരിതോഷികം കൊടുത്താലും എനിക്ക് വേണ്ടാന്ന് പറയും. കാരണം മദർ റിസ്ക് ഉണ്ടെങ്കിൽ അവർ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. പാരിതോഷികോ ഇതിന്മേയൊന്നും അവരെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത അവസ്ഥകളും ഉണ്ടാവാം ഇല്ലേ? അത്രയും വലിയ വലിയ തരത്തിൽ ജോബുകളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും എറർ സംഭവിക്കാൻ സാധ്യതകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പേടി കൊണ്ട് ഇൻ കേസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സാലറി കൂട്ടി തരാന്ന് പറഞ്ഞാലും ചിലരൊന്നും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവർക്ക് അവാർഡൊക്കെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവര് അതിലേക്ക് വീഴാൻ സാധ്യതയില്ല അല്ലെ. അവരെ സംബന്ധിച്ച് വേണ്ട കുറെ കാര്യങ്ങള് ഇത്രയും റിസ്ക് പിടിച്ചതാണ്, എന്തെങ്കിലും എറർ സംഭവിച്ചാലും കുഴപ്പമില്ല, നമുക്കത് പരിഹരിച്ച് പോവാം, നിങ്ങൾ ബുദ്ധിമുട്ടില്ല അല്ലെ, ജോലിയിൽ നിങ്ങളെ തുറന്നുകൊണ്ട് പോകും, അത് എത്ര റിസ്ക് പിടിച്ച ഫാക്ടർ ആണല്ലോ. സോ അങ്ങനെയുള്ള ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കേണ്ട സ്ഥാനത്ത് എക്സ്റ്റേണൽ അല്ലെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൊടുത്തത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ ഈ തിയറിയിൽ എടുത്ത് പറയുന്നത്. റിസർച്ചർ ചാംസ് എന്താണ് 1960 has reported that extrinsic motivation like a pay or a rewards for a job which has an intrinsic motivation concept prior to such reward tend to decrease overall level of motivation. Okay, നമ്മള് ബാഹ്യമായിട്ടുള്ള കുറെ മോട്ടിവേഷൻ കൊടുത്തത് കൊണ്ട് ആന്തരികമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കാതിരുന്നാൽ വലിയ കാര്യമില്ല. ചില കാര്യങ്ങളിൽ ആന്തരികമായിട്ടുള്ള മോട്ടിവേഷൻ തന്നെ പകർന്നു അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിള് അവർക്ക് ആ ഒരു റിസ്ക് ഏറ്റെടുത്താൽ വരാവുന്ന നഷ്ടത്തിനെ അവർക്ക് അല്ലെ അവിടെ തീർച്ചയായിട്ടും അവിടെ പ്രധാനമായിട്ടും പറയുന്നത് അങ്ങനെ നഷ്ടം സംഭവിച്ചാലും നിങ്ങൾ പറയേണ്ട ആവണ്ട അല്ലെ. ഇൻ കേസ് നമുക്കറിയാം നമ്മളെ ബഹിരാകാശത്തേക്കൊക്കെ കുറെ സംഭവങ്ങളൊക്കെ വരും അല്ലെ. അവര് നഷ്ടം സംഭവിക്കും എന്നല്ല, മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ച് നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ റിജക്ട് ചെയ്ത് അവരെ അല്ലെ അങ്ങനെ വിട്ടുകളില്ല. കാരണം അവർക്ക് ഒരു കോൺഫിഡൻസ് കൂടി കൊടുത്താൽ മാത്രമാണ് ഈ റിസർച്ച് ഗവേഷണമൊക്കെ നടത്തുന്നവരൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന ആന്തരികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടി അവർക്ക് കൊടുക്കണം. പാരിതോഷികം മാത്രം കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല അല്ലെ. അതാണ് ഇവിടെ ഈ തിയറിയിൽ ഈ കൺസെപ്റ്റിൽ പറയുന്നത്. ദിസ് പ്രൊപ്പോസൽ ഈസ് കോൾഡ് കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി. ഇതിനെ പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറി, which has been supported by a large number of research studies conducted subsequently. Okay, നമുക്കറിയാം ഇത് കുറെ പേരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു തിയറിയും ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറിയിൽ എന്താണ് കാര്യം എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൊടുക്കേണ്ടത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് കോഗ്നിറ്റീവ് ഇവാലുവേഷൻ തിയറിയിൽ പറയുന്നത്. ചെയ്യണോ? അതിന്റെ ആ ഒരു ഇയർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. 1960. മോട്ടിവേഷനും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേരെ. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ലൈക്ക് പേ ഓർ റിവാർഡ്സിന് പകരം ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൊടുക്കുന്നവർക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ തന്നെ കൊടുക്കും. സച്ച് റിവാർഡ്സ് ടെൻഡ് ടു ഡിക്രീസ് ഓവറോൾ മോട്ടിവേഷൻ അല്ലെ. അവിടെ ആ ഒരു എക്സ്റ്റൻസീവ് മോട്ടിവേഷൻ കൊണ്ട് അവിടെ മോട്ടിവേഷൻ അവർക്ക് ഉണ്ടാവണമെന്നില്ല. അവരെ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ഏറ്റെടുത്തൊന്നും അല്ലെ. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ജാപ്പനീസ് അപ്രോച്ച് ടു മോട്ടിവേഷൻ ആണ്. ജാപ്പനീസ് അപ്രോച്ച് ഓഫ് മോട്ടിവേഷനിലെ പറയുന്നത് the Japanese method of motivation has gained increasing popularity around the worldwide over the last few years. കൂടുതൽ പോപ്പുലാരിറ്റി നേടിയ ഒരു മോട്ടിവേഷൻ തിയറിയാണ് ജാപ്പനീസ് മെത്തേഡ്. This approach is not really a theory or model, but instead a philosophy of management. ഇതൊരു തിയറിയോ മോഡലോ ഒന്നല്ല,
ആക്ച്വലി ഇതൊരു ഫിലോസഫി ഓഫ് മാനേജ്മെന്റിന്റെ ഒരു ഫിലോസഫി ആണെന്നാണ് പറയുന്നത്. Okay, the basic trend of Japanese approach is that managers and workers should work together as partners. Right? ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മാനേജേഴ്സും വർക്കേഴ്സും ഒന്നിച്ച് പാർട്ട്നേഴ്സിനെ പോലെ വർക്ക് ചെയ്യുക, അതായത് ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യുക. നമ്മള് മേലധികാരികളും ഉദ്യോഗസ്ഥരെന്നുള്ള ഒരു ലെവലൊന്നും അല്ല, അവിടെ എല്ലാവരും വർക്ക് ടുഗദർ ഒന്നിച്ച് തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സിൻസ് ബോത്ത് ഓഫ് ദം സീ themselves as a one people, all members are committed and motivated to work in the best interest of the organization. ഓർഗനൈസേഷന്റെ താല്പര്യം എന്താണോ അവരുടെ ഗോൾ, അല്ലെ എന്താണോ അവർ നേടിയിരിക്കേണ്ടത്, അതിനു വേണ്ടിയിട്ട് അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരുപോലെ തന്നെ, അല്ലെ നമ്മുടെയും കൂടി ബാധ്യതയാണ്, മാനേജേഴ്സിനെ പോലെ തന്നെ വർക്കേഴ്സിന്റെയും കൂടി ഒരു കമ്മിറ്റ്മെന്റ്, അവിടെ ആ ഒരു ബാധ്യത അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നോ വൺ ഈസ് കോൾഡ് ആൻ എംപ്ലോയി, ഇൻസ്റ്റെഡ് എവരിവൺ ഈസ് എ ടീം മെമ്പർ, ടീം ലീഡർ ഓർ കോച്ച് ആൻഡ് എവരിവൺ എ ഷെയർ ഓഫ് ദ കമ്പനി. നമുക്കറിയാം അവിടെ എന്താണ്, ഒരാളും മാനേജർ എന്നുള്ളൊരു പൊസിഷനോ എംപ്ലോയി എന്നുള്ളൊരു പൊസിഷനോ ഒന്നല്ല, അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന ടീം മെമ്പർ, ടീം ലീഡർ, അല്ലെങ്കിൽ ആ ഒരു അല്ലെ അവര് ഷെയർ ചെയ്തിരിക്കുന്ന വ്യക്തി കമ്പനിയോ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ ഒന്നിച്ചു നിന്നുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ലൈക്ക് ഗോൾ സെറ്റിംഗ് തിയറി, the Japanese approach is likely to become more common in business throughout the world. Okay, ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അവിടെ ഗോൾ സെറ്റിംഗ് തിയറി ഒക്കെ ആയിരിക്കും അപ്ലൈ ചെയ്തത്, കാരണം ഒന്നിച്ചു നിന്നിട്ടാണല്ലോ അവർ ഡ്യൂട്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ലൈക്ക് ഗോൾ സെറ്റിംഗ് തിയറി, the Japanese approach is likely to become more common in business throughout the world. ലോകത്ത് തന്നെ ഈ ഒരു ഗോൾ സെറ്റിംഗ് തിയറി ഒക്കെയാണ്, അതായത് ജാപ്പനീസിന്റെ മോഡൽ. അവിടെ മാനേജേഴ്സിന് സപ്പോർട്ടിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുകയല്ല ചെയ്തത്. മാനേജേഴ്സ് എംപ്ലോയീസിനും കൂടി, മാനേജേഴ്സ് സപ്പോർട്ടിനേറ്റ്സ് എന്നുള്ള ഒരു വിഭാഗീകരണം ഇല്ലാതെ എല്ലാവരും ടീം ലീഡേഴ്സ് ആണ്, അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത് കൊണ്ട് അവരൊറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഗോൾ സെറ്റിംഗും കാര്യങ്ങളൊക്കെ നടപ്പാക്കി പോകുന്നത്. ഓക്കെ, ഇന്റഗ്രേഷൻ ഓഫ് മോട്ടിവേഷൻ തിയറി ആണ് നോക്കുന്നത്. അതിനോടൊപ്പം തന്നെ പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ജാപ്പനീസ് മോട്ടിവേഷൻ തിയറിയിൽ. എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, Japanese approach is that the managers and the workers should work together as partners. അതാണ് അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഇരു കൂട്ടരും പാർട്ട്നേഴ്സ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? എവിടെയാണ്, ഏത് തിയറിയിലാണ് നോ വൺ കോൾഡ് ആൻ എംപ്ലോയി, ഇൻസ്റ്റെഡ് എവരിവൺ ഈസ് എ ടീം മെമ്പർ, ടീം ലീഡർ ഓർ കോച്ച് ആൻഡ് എവരിവൺ, അങ്ങനെ ഉള്ള രീതിയിൽ, അല്ലെ? വൺസ് ഓഫ് ഷെയർ ഓഫ് ദ കമ്പനി. അത് ഏത് അപ്രോച്ചിലാണ് പറയുന്നത്? ജാപ്പനീസ് അപ്രോച്ചിലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോന്നും പക്ഷെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ജാപ്പനീസ് അപ്രോച്ചിൽ എന്താണ് ഈ പറഞ്ഞ മാതിരി നേരത്തെ എന്താണ് കോഗ്നിറ്റീവ് വാലുവേഷൻ തിയറിയിൽ ഇൻട്രൻസിക്കും അല്ലെ എക്സ്ട്രൻസിക്കും മോട്ടിവേഷൻ ആണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം, ആ പോയിന്റ് മനസ്സിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട MBO അല്ലെ, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ ഇനി നമുക്ക് പോകേണ്ടത് ഇന്റഗ്രേഷൻ ഓഫ് മോട്ടിവേഷൻ തിയറിയാണ്. ഇന്റഗ്രേഷൻ മോട്ടിവേഷൻ തിയറിയിൽ പറയുന്നത് നോക്കാം. More theories add complexity to our understanding. Some of these theories are compatible and some are not. നമുക്ക് ഇച്ചിരി സങ്കീർണമായിട്ടുള്ള കുറെ തിയറികളൊക്കെ വന്നിട്ടുണ്ട്. സോ ചിലതെല്ലാം അല്ലെ കോമ്പറ്റബിൾ ആണ്, പക്ഷെ ചിലതെല്ലാം നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നതും ഉണ്ടാവാം. ചില മിക്കവാറും അല്ലെ സ്ഥാപനങ്ങളുടെ ചിലതെല്ലാം ഇൻ കേസ് ഒരു എന്താ പറയുക ഒരു കൺട്രോളിംഗ് പവർ വേണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു മേലധികാരി വേണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പാർട്ട്നേഴ്സിനെ പോലെയൊക്കെ ചെയ്യാന്നൊക്കെ പറയും, പക്ഷെ ഒരു കമ്പലൊന്നും ഇല്ല എങ്കിൽ എംപ്ലോയീസ് ഒക്കെ എന്താ പറയുക പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചിലതിലൊക്കെ നമ്മള് ഫേവറബിൾ ആണ് തോന്നുമെങ്കിലും ചിലതൊക്കെ നമുക്ക് അറിയാം അതിൻ്റെതായിട്ടുള്ള ഡിമെറിറ്റ്സ് ഉണ്ട്. The real challenges of facing researchers is to integrate all or at least some of these together so that inter and intra relationship are established.
ഓക്കെ, നമ്മൾ മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലതൊക്കെ ശരിയാണ്, നമ്മൾ ഏത് വേണമെങ്കിലും ഫേവറബിൾ ആയിട്ട് കൊണ്ടുപോകാന്നൊക്കെ വിചാരിക്കും. പക്ഷെ മോസ്റ്റ്ലി നമുക്കറിയാം റിലേഷൻഷിപ്പ് ബന്ധം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എംപ്ലോയർ എംപ്ലോയിയൊക്കെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് തന്നെ കീപ്പ് ചെയ്യണം. പക്ഷെ കൂടുതലായാലും പ്രശ്നമാണ്. അത് സ്വാതന്ത്ര്യത്തോടു കൂടി വരുമ്പോൾ ചിലപ്പോൾ അല്ലെ തൊഴിലുടമയെക്കാളും അധികാരികളായിട്ട് മാറാൻ സാധ്യതയുള്ള എംപ്ലോയീസും ഉണ്ട്. സാധ്യത ഉണ്ടാവൂലേ? ഉണ്ടാവോ? അതിന് സാധ്യത ഉണ്ടാവോ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കി തന്നെ അല്ലെ നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായും അവിടുത്തെ തൊഴിലാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള ഒരു ലേണിംഗ് ആണ് ഇവിടെ നമ്മൾ പഠിച്ചു പോകുന്നത്. This will also improve the understanding of motivation. തീർച്ചയായിട്ടും നമുക്കറിയാം എപ്പോഴും ഒരു മോട്ടിവേഷൻ അവിടെ ആവശ്യമാണ് അല്ലെ. വോയിസിന് ഒരു പ്രേരക ഘടകമായിട്ട് നിലകൊള്ളണം എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. Certain attempts are made in USA and elsewhere. However, it has not standardized or obtained by approval or acceptance. Okay, നമുക്കറിയാം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ്. അങ്ങനെ ഭയങ്കര ആക്സെപ്റ്റൻസ് ഒന്നുമില്ല, എങ്കിലും കുറച്ച് മോട്ടിവേഷൻ വേണമെന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇവിടെ നിർവഹിച്ചു പോകുന്നത്. എൻഹാൻസിങ് മോട്ടിവേഷൻ ഇൻ ഓർഗനൈസേഷനിൽ എങ്ങനെ ഈ മോട്ടിവേഷൻസ് ഒക്കെ പകർന്നു കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഈ തിയറിയിൽ വരുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു പാർട്ണർഷിപ്പ് റിലേഷൻഷിപ്പിനേക്കാളും ഉപരി അവിടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് റിലേഷൻഷിപ്പിന് അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തൊഴിലുടമയും തൊഴിലാളികളും ഒറ്റക്കെട്ടായിട്ട് മൂവ് ചെയ്യണമെന്നതൊക്കെ ആണെങ്കിലും എംപ്ലോയീസ് നമുക്കറിയാം അവർക്ക് ഒരു നിശ്ചിത കൂലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത് അല്ലെ. ഒരു മടിയന്മാരൊക്കെ ആയിട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ഒരു കൺട്രോളിംഗ് പവറൊക്കെ തീർച്ചയായിട്ടും എംപ്ലോയർക്കും തൊഴിലുടമയ്ക്കും ആവശ്യമായിട്ട് വരും. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഇവിടെ മോട്ടിവേഷൻ ആണ് കൂടുതലായിട്ടും കോഴ്സ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. ഈ ഇന്റഗ്രേഷനിൽ managers are trying to enhance the motivation of their employee can. എംപ്ലോയീസിനെ ഏതൊക്കെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. Of course, draw on any of these theories described. However, they may in practice adopt specific interventions derived from one or more theories, or they may influence motivation for the organization's reward system. Okay. നമുക്കറിയാം മോട്ടിവേഷനിൽ മെയിൻലി നമുക്കറിയാം മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ഈ പറഞ്ഞ റിവാർഡ് സിസ്റ്റം ഒക്കെയാണ് അല്ലെ. പ്രാക്ടിക്കലി അവർ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, നല്ല സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് വാഗ്ദാനങ്ങളൊക്കെ ലഭ്യമാക്കുക അല്ലെ, റിവാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ ഫാക്ടർ ആയിട്ട് പറയുന്നത്. The organization can boost motivation through the following methods. വിവിധ മെത്തേഡിൽ കൂടെ മോട്ടിവേഷൻസ് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഹ്യൂമനൈസ് ദ വർക്ക് എൻവയോൺമെന്റ്, റെസ്പെക്ട് ദ നീഡ് ടു ട്രീറ്റ് ഈച്ച് എംപ്ലോയി ആസ് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ എംപ്ലോയീസിനെ ഇൻഡിവിജ്വൽ അല്ലെ നമ്മൾ ബഹുമാനിക്കുക എന്നതാണ്. നമ്മുടെ തൊഴിലിടത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഹ്യൂമൻ റിസോഴ്സസും അല്ലെ ഹ്യൂമനൈസ് ദ വർക്ക് എൻവയോൺമെന്റ്, നമ്മുടെ വർക്ക് പശ്ചാത്തലത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഇൻഡിവിജ്വൽസും അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിനെയും അവരെ റെസ്പെക്ട് ചെയ്യുക. അത് ആ ബിഹേവിയർ ഹ്യൂമൻ റിലേഷൻഷിപ്പോട് കൂടി തന്നെ ബഹുമാനിക്കുക എന്നതാണ്. അതില് ഫസ്റ്റ് വേ പറയുന്നത് പബ്ലിസൈസ് ബോത്ത് ഷോർട്ട് ആൻഡ് ലോങ് ടേം കമ്പനീസ് ഗോൾ, എൻകറേജ് പേഴ്സണൽ ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ഗോൾ സെറ്റിംഗ്. അപ്പൊ അവിടെ ഗോൾ സെറ്റിംഗ് ഒക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം വലിയ വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആകുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റലായിട്ട് നിർണ്ണയിക്കേണ്ടതുണ്ട്. ഓരോ ഇൻഡിവിജ്വലും ഇന്ന രീതിയിൽ ജോലി ചെയ്യണമെന്ന് അല്ലെ, നേട്ടങ്ങൾ നേടിയെടുക്കണമെന്ന് ഷോർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടൊക്കെ തന്നെ അവിടെ ഗോൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. Then promote from within. It's a great forum model and simplifies hiring procedures. അപ്പൊ അവർക്ക് ഗോളുകളൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കൂടി അവരെ മനസ്സിലാക്കി തന്നെ കൊടുക്കുക, ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡ്യൂട്ടിയിലെ നമ്മളെ ബഹുമാനാർത്ഥം തന്നെ നമുക്ക് എത്ര ചെയ്യാൻ സാധിക്കും അതനുസരിച്ചിട്ട് അവർക്ക് ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും നമുക്കറിയാം ഓവർലോഡ് ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഇൻഡിവിജ്വലിന് അത് നിർവഹിക്കാനായിട്ട് സാധിക്കാതെ വരും അല്ലെ. അതുകൊണ്ട് തന്നെ ആ റെസ്പെക്ടോട് കൂടി അല്ലെ ഇൻഡിവിജ്വലിന് പറ്റുന്ന കപ്പാസിറ്റി അനുസരിച്ചിട്ട് തന്നെ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. Secondly, നമുക്കാണെങ്കിൽ promote from within. It's a great for morale and employees simplifies the hiring procedure.
ഓക്കെ, നല്ല രീതിയിൽ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യാം അല്ലെ. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ടോപ്പ് ലെവലിലൊക്കെ വേക്കൻസി വരികയാണെങ്കിൽ അവർക്ക് പ്രൊമോഷൻ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കില്ലേ? ആയിരിക്കും അല്ലെ. കാരണം അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. കാരണം അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ അവരുടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിന്ന് അല്ലെ ആ ജോലിയിൽ തന്നെ പിടിച്ചു നിന്ന് ആ ഒരു കമ്പനിയിൽ തന്നെ കുറച്ചും കൂടി നാള് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് ഈ പറഞ്ഞ എന്താണ് പ്രൊമോഷൻ സാധ്യതകളൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അതും ഒരു മോട്ടിവേഷൻ ഘടകമാക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ user incentive programs. If you are creative enough, you won't have to really on an expensive financial policy. ഓക്കെ, നമുക്കറിയാം എന്തെങ്കിലും രീതിയിലുള്ള അല്ലെ സാലറി കാര്യങ്ങളൊക്കെ കൂട്ടിക്കൂടി ഇൻസെന്റീവ്സ് കൊടുത്തോ അല്ലെങ്കിൽ ഇൻ കേസ് ഫിനാൻഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആവുമ്പോൾ ബോണസ് ഒക്കെ കൊടുത്ത് അല്ലെ അവർക്ക് കുറച്ചും കൂടി താല്പര്യം ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് സാലറിക്ക് അപ്പുറം മറ്റു തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിനോടുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടാവും. അത് അല്ലെ ഈ ബോണസ് സീസണിലൊക്കെ ബോണസ് തന്നു അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതകൾ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് മെയിൻ ഹെഡിങ്ങിൽ പറയുന്നത് എസ്റ്റാബ്ലിഷ് അപ്രോപ്രിയേറ്റഡ് ഡെഡ് ലൈൻസ്. ഓക്കെ, അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡെഡ് ലൈൻസുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അവരെ പ്രൊജക്ട്സ് ഷുഡ് ഹാവ് എ ഡെഡ് ലൈൻ. എല്ലാ പ്രൊജക്റ്റിനും ഒരു ഡെഡ് ലൈൻ ഒക്കെ സ്ഥാപിക്കുക. അതായത് ഇന്ന ദിവസം ചെയ്ത് തീർക്കണം എന്നൊക്കെ ഉള്ള ഒരു ഡെഡ് ലൈൻ ഒക്കെ സ്ഥാപിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻ കേസ് ഇങ്ങനെ ചെയ്ത് തീർക്കുന്നവർക്ക് ഇങ്ങനെ രീതിയിലുള്ള ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്നവർക്ക് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് വേണമെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബീങ് ലിബറൽ വിത്ത് പ്രൈസ്. It's almost impossible to overpraise and easy to underpraise. Okay, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് എത്തിപ്പോയാലും പ്രശ്നമാണ്, താഴ്ത്തിപ്പോയാലും പ്രശ്നമാണ് അല്ലെ. അവര് ഒരു നിശ്ചിത ലെവലിൽ നിൽക്കുന്ന അല്ലെ സ്റ്റേബിൾ ആയിട്ട് തന്നെ അവര് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ അപ്രിസിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുക അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഓവർ പ്രൈസിങ്ങോ അല്ലെങ്കിൽ അണ്ടർ പ്രൈസിങ്ങോ ഒക്കെ നടത്താതെ ലിബറൽ ആയിട്ട് തന്നെ അവര് അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളെക്കൊണ്ട് പറ്റിയതോ ഗുഡ് അല്ലെ അങ്ങനെ ഒരു അംഗീകാരം അവർക്ക് ലഭ്യമാക്കി കൊടുക്കാം. നോക്കുകയാണെങ്കിൽ ബി കൺസിസ്റ്റന്റ് ഇൻ യുവർ ഓൺ വർക്ക് ആൻഡ് ഇൻ യുവർ റിലേഷൻസ് വിത്ത് അതേഴ്സ്. ഓക്കെ, അതില് പ്രധാനമായിട്ട് ഉൾക്കൊള്ളുന്നത് സ്വന്തം വർക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വർക്കും കൂടി അല്ലെ അവിടെ ഉൾക്കൊള്ളിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മളെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കാര്യം കഴിഞ്ഞു എന്നുള്ളൊരു അസംശയിലെത്താതെ മറ്റുള്ളവരുടെ ഒന്നിച്ച് അല്ലെ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു സന്നദ്ധത അവരിൽ ഉളവാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും അവരെ ഒറ്റക്കെട്ടാക്കി നിർത്താനായിട്ടുള്ള ഒരു പ്രേരക ഘടകമായിട്ടൊക്കെ നിൽക്കുക. Show a personal interest in the people who work for you. Relations are always smoother between these who know each other on personal basis than between people who merely want something from each other. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ചിലർക്കൊക്കെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലെ. ഉണ്ടാവാൻ സാധ്യത ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം പേഴ്സണലി ഒരു നല്ല അറ്റാച്ച്മെന്റ് അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു ഫ്രീഡം. ഒക്കെ അവിടെ പേഴ്സണലായിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരിപ്പോ അവരുടെ ഓവർ ടൈം ഡ്യൂട്ടി ഏറ്റെടുക്കാനൊക്കെ ഉള്ള പെർമിഷനോ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ മറ്റുള്ളവർക്കൊക്കെ വേണമെങ്കിൽ എടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഏർണിങ്സ് നേടിയെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്താൽ വലിയ കുഴപ്പമില്ല. അതല്ലേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വലിയ പ്രശ്നമില്ല. ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഏർണിങ്സ് നേടിയെടുക്കാനും സാധിക്കും. അപ്പൊ പേഴ്സണൽ ഇൻട്രസ്റ്റില് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അനുവദിക്കുക. പിന്നെ അതേമാതിരി തന്നെ അഡ്മിറ്റ് മിസ്റ്റേക്സ് എന്താ പറയുന്നത് people will respect you for it and will be less likely to hide their own mistake. അതേമാതിരി എല്ലാവരും ബഹുമാനത്തോടുകൂടി കാണണമെന്നുള്ളത് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ തന്നെ will be less likely to hide their own mistake. സ്വന്തം മിസ്റ്റേക്കുകൾ വരുമ്പോൾ അത് ഒളിപ്പിക്കാതെ തന്നെ കൊണ്ടുവരെ അത് വെളിപ്പെടുത്തി തന്നെ അത് കുറച്ചുകൊണ്ട് വരാനായിട്ടുള്ള ഒരു സാഹചര്യം. മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞാൽ
വളരെ അവരെ ഒഴിവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും അഡോപ്റ്റ് ചെയ്യാതെ അവർക്ക് റെസ്പെക്ട് ഓൾമോസ്റ്റ് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റി അതോടുകൂടി എനിക്ക് വർക്ക് ഇട്ടിട്ട് പോരാൻ പോകുന്ന ഒരു രീതി അവിടെ അവലംബിക്കാതെ മിസ്റ്റേക്ക് വന്നാലും അത് റെസ്പെക്ട് ചെയ്യുന്നത് റെസ്പെക്ട് ചെയ്ത് അത് എൻഗേജ് മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയീസിനെ ആ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അസൈൻമെന്റ്സ് ഓക്കെ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രിപ്പയർ സപ്പോർട്ട് മീൻസ് അഡ്വാൻസ് ആൻഡ് ഓഫർ വാട്ട് സപ്പോർട്ട് യു ക്യാൻ. ഓക്കെ അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാതെ അല്ലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തില് അല്ലെങ്കിൽ നേരത്തെ കൂടി അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്ന അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രം നേരത്തെ കൂടി പ്രിപ്പയർ ചെയ്ത് വാഗ്ദാനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ 100% ആയിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും അവർക്ക് പകർന്നു കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് തീർച്ചയായിട്ടും എംപ്ലോയീസ് ഒക്കെ ഹാപ്പി ആയിരിക്കും അല്ലെ. അവർക്ക് എന്താ പറയണേ നല്ല ഇൻഡസ്ട്രിയുമായിട്ട് മോട്ടിവേഷൻ നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ജോലിയിൽ തുടർന്നുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പല രീതികളും അഡോപ്റ്റ് ചെയ്യാം. ഏത് രീതി വേണമെങ്കിലും ഏത് എംപ്ലോയിക്കും അല്ലെ അഡോപ്റ്റ് ചെയ്തിട്ട് അവരെ സിൻസിയർ ആയിട്ട് അല്ലെങ്കിൽ കമ്പനിയിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ ക്ലിയർ ആണോ? ഓക്കെ ചെറിയൊരു ഭാഗം കൂടി നമുക്ക് എടുക്കാം. Managerial approaches for important motivation. സ്റ്റോറി എടുക്കാനോ എല്ലാം കൂടി മൊത്തത്താണ് അടുത്ത ക്ലാസ്സിലേക്ക് ഉള്ളതും കൂടെ ഉള്ളൂ. ഇവിടെ വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വർക്ക് ലൈഫ് പ്രോഗ്രാം തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് വിളിക്കാം. ഓക്കെ ഇപ്പൊ നമുക്ക് ഈ ഒരു കാര്യം കൂടി എടുക്കാം. മാനേജീരിയൽ അപ്രോച്ചസ് ഫോർ ഇമ്പോർട്ടന്റ് മോട്ടിവേഷൻ. മാനേജീരിയൽ ആയിട്ടുള്ള സമീപനം എന്താണെന്ന് നോക്കാം. ഈ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് there are several approaches that can help managers inspire workers to perform more effectively. However, two methods have been especially effective, liking paid to job performance and quality of work programs. ഓക്കെ രണ്ട് രീതിയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അതായത് മോട്ടിവേഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഡിസിഷൻ എടുക്കുക, അവരെ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ അവർക്ക് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വെച്ച് അവരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് പറഞ്ഞിരിക്കാതൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക അല്ലെ. പല പല കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ലിബറലായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പോ ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യാനൊക്കെ സമയത്ത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി വീണ്ടും പറയാണ് വ്യത്യസ്ത അപ്രോച്ചുകൾ ഉണ്ടായെങ്കിലും ഇവിടെ however two methods have been especially effective. രണ്ട് മെത്തേഡ് തീർച്ചയായിട്ടും ഒരു
ഫലപ്രദമായിട്ടുള്ള എഫക്റ്റീവ് മോട്ടിവേഷൻ മെത്തേഡാണ്. ആ രണ്ട് മെത്തേഡ് ആണ് പറയുന്നത്. എന്താണ്? ഫസ്റ്റ്ലി ലൈക്കിംഗ് വേ ടു ജോബ് പെർഫോമൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം. എന്താണ്? പെർഫോമൻസ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ പേയ്മെന്റ് അല്ലെ, വേ ടു ജോബ് പെർഫോമൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് following steps promote intrinsic motivation. നമ്മൾ കണ്ടു ഒരു intrinsic motivation കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. മീൻസ് ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതില് ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷൻ നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡിസൈൻ, ഓട്ടോമേറ്റീവ് വർക്ക് ഷെഡ്യൂൾസ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്. ഓക്കെ, അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ. അതായത് വേണമെങ്കിൽ ഒരു ബിഹേവിയർ അല്ലെ പെരുമാറ്റ ശാസ്ത്രത്തിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ വരുത്താം. എംപ്ലോയീസിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോളിസികളൊക്കെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചിലപ്പോൾ നിയമാവലികളൊക്കെ ഇറക്കിയിട്ടുണ്ടാവും. പക്ഷെ വേണമെങ്കിൽ അതിന് എംപ്ലോയീസിന്റെ അല്ലെ കൃത്യമായിട്ടുള്ള രീതിയിലൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ മോഡിഫിക്കേഷൻ നടത്താം അല്ലെ, മാറ്റങ്ങൾ വരുത്തിയിട്ട് അവിടെ തീർച്ചയായിട്ടും എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടായിരുന്നു. ലക്ഷ്യങ്ങൾ അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്, അവരുടെയും കൂടി അല്ലെ അവർക്കും കൂടി പറ്റാവുന്ന ഒരു എയിം ഒബ്ജക്റ്റീവ്സ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയീസ് സിൻസിയർ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ജോബ് ഡിസൈൻ നമുക്കറിയാം. ചിലപ്പോ ആണെങ്കിൽ ഇത്രയും അല്ലെ ജോലി എന്ന് പറയുമ്പോൾ ചിലപ്പോ ആണെങ്കിൽ മാൻ പവർ തന്നെ ഉപയോഗിച്ചിട്ടായിരിക്കും. പക്ഷെ കുറച്ചും കൂടി വേണമെങ്കിൽ വേരിയേഷൻസ് ടെക്നിക്കൽ ആയിട്ടുള്ള മെഷീനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ജോബ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കാം. വേണമെങ്കിൽ അങ്ങനെ റീഡിസൈനൊക്കെ നടത്താം. ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾസ് അല്ലെ, തൊഴിലാളികൾക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള സമയക്രമത്തിലൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പോവാം. അല്ലെങ്കിൽ അല്ലെ മാറ്റം വരുത്തി കേസ് ചില വർക്കുകൾക്കൊക്കെ ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേയ്സുകളിലൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു രീതിയൊക്കെ. ഡ്രൈവേഴ്സിനൊക്കെ ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ദിവസം തന്നെ ഡേ ഡ്യൂട്ടി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലീവ് വെച്ച് അല്ലെങ്കിൽ ഡേ ഡ്യൂട്ടികളൊക്കെ അർപ്പിച്ചു കൊടുത്ത് അല്ലെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വർക്ക് ഷെഡ്യൂളൊക്കെ മറ്റു കൊടുക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്യുക. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തീരുമാനങ്ങൾ എടുക്കുകയോ മീറ്റിംഗ് കൂടുമ്പോഴൊക്കെ വർക്കേഴ്സിന്റെയും കൂടി പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം ഉറപ്പുവരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതുമാണ്. അപ്പൊ ആ രീതിയിലൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പൈസ കൊണ്ട് അവിടെ കൂട്ടി കൊടുക്കുകയല്ല ചെയ്ത് എന്താണ് അവർക്ക് കുറച്ച് അംഗീകാരങ്ങൾ അല്ലെ, മനസ്സുകൊണ്ട് ആ ജോലിയോട് ഇഷ്ടപ്പെടുന്നവരെ ഇൻട്രിൻസിക് ആയിട്ടുള്ള മോട്ടിവേഷനാണ് അല്ലെ. അവിടെ മോഡിഫിക്കേഷൻ വരുത്തുന്നത് ഷെഡ്യൂൾ ക്രമത്തിൽ വേരിയേഷനോ അതല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എടുക്കുമ്പോൾ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റോ അതല്ലെങ്കിൽ എന്താണ് മാനേജ്മെന്റ് കാര്യങ്ങളുടെ തലങ്ങളിലെ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുക്കാനൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ കൊടുക്കുകയോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പൊ ചിലർക്കൊക്കെ നമുക്കറിയാം ചില ലീഡർഷിപ്പ് ഒക്കെ കൊടുക്കും. അവർക്ക് ലീഡർഷിപ്പ് ഒക്കെ കൊടുക്കുമ്പോഴേക്കും അവർക്ക് അംഗീകാരം കിട്ടുകയാണ്. അവിടെ നമുക്കറിയാം പാരിതോഷികം ഫിനാൻഷ്യലി അവർക്ക് കുറച്ച് പാരിതോഷികമൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ ലീഡർഷിപ്പ് പവറായി കൊടുക്കുന്നുള്ളൂ. പക്ഷെ അവിടെ എന്താണ് ആന്തരികമായിട്ടൊരു മോട്ടിവേഷൻ അവർക്ക് കിട്ടുക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻട്രിൻസിക് മോട്ടിവേഷൻ അവർക്ക് ലഭ്യമാക്കാം എന്നുള്ളതാണ് ആ ഒരു മെത്തേഡ് അല്ലെ. അതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പേ ആൻഡ് ജോബ് പെർഫോമൻസ്. പേ ആൻഡ് ജോബ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേ ഓഫൺ ക്യാൻ ബി യൂസ്ഡ് ടു മോട്ടിവേറ്റ് എംപ്ലോയീസ് പെർഫോമൻസ്, ബട്ട് എ പേ പ്ലാൻ ഓൾസോ മസ്റ്റ്. നമുക്കറിയാം പേ വേണമെങ്കിൽ കൂട്ടിക്കൊടുത്തല്ലേ, പേയ്മെന്റ്സ് കൂട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എംപ്ലോയീസ് അല്ലെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവര് മോട്ടിവേറ്റ് ചെയ്ത് തന്നെ എഫക്റ്റീവ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കുറച്ചു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്രിയേറ്റ് ദ ബിലീവ്സ് ദാറ്റ് ഗുഡ് പെർഫോമൻസ് ലീഡ്സ് ടു ഹൈ ലെവൽ ഓഫ് പേ. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്കാണ് കൂടുതൽ എന്താണ് പേയ്മെന്റ് കൊടുക്കുക അല്ലെ. ഒരു 10 ഉൽപ്പാദിപ്പിക്കാൻ പറയുന്നിടത്ത് ഒരു 15 ഉൽപ്പാദിപ്പിക്കുന്ന എംപ്ലോയി ആണെങ്കിൽ നമുക്കറിയാം പേയ്മെന്റ് ഇത്രയും അല്ലെ. അധികം കൂട്ടി കൊടുക്കേണ്ടത് അങ്ങനെയുള്ളവർക്കാണ്. മിനിമൈസ് ദ നെഗറ്റീവ് കോൺസിക്വൻസ് ഓഫ് ഗുഡ് പെർഫോമൻസ്. അതേപോലെ തന്നെ
അതിന് നെഗറ്റീവ് ആയിട്ടുള്ള അനന്തരഫലങ്ങളൊന്നും വരരുത്. ഇപ്പൊ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വർക്ക് ചെയ്യാൻ പറ്റാത്തവരാണ് എന്നുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവം വരാൻ പാടില്ല. കാരണം വർക്കേഴ്സ് എല്ലാവരും ഇതേപോലെ തന്നെ കാണേണ്ടതുണ്ട്. കഴിവിറ്റവരെ കഴിവില്ലാത്തവരെന്നുള്ള വേർതിരിവൊന്നും അവിടെ ഫീൽ ചെയ്യാൻ പാടില്ല. കാര്യം നമുക്ക് വേണമെങ്കിൽ പെർഫോമൻസ്, കാരണം നമുക്കറിയാം ഒരു സ്ഥാപനമൊക്കെ ആവുമ്പോഴും അല്ലെ, 1-2 പേരാണ് മോസ്റ്റ്ലി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത്. അവരെ മാത്രം നേരിട്ട് കാണുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് വരാനുള്ള സാധ്യത. സോ എംപ്ലോയീസിനൊക്കെ തുല്യമായിട്ട് ഇതിനെ കാണേണ്ടതാണ്. സോ അങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവരുത്. അത്തരത്തിലുള്ള രീതിയിൽ വേണമെങ്കിൽ പേയ്ക്ക് നമുക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു ഫീലിങ്സ് ഒക്കെ ശ്രദ്ധയോടുകൂടി ഒഴിവാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള പേയ്മെന്റ് ഒക്കെ ലഭ്യമാകും. ക്ലിയർ ആണോ? നമുക്ക് റിവിഷൻ വേണ്ടേ? കുറെ ചാപ്റ്ററുകൾ എല്ലാവരും റിവിഷൻ ക്ലാസ് തുടങ്ങിയില്ലേ? റിവിഷൻ വേണം. നമ്മള് ടേംസുകളൊക്കെ മറന്നു പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മള് ഇത് തുടങ്ങിയ റിവിഷൻ എടുക്കും. ഓർഗനൈസേഷൻ ബിഹേവിയർ തന്നെയാണ് എടുക്കേണ്ടത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയെടുക്കണോ? ഇത് തുടങ്ങിയ റിവിഷൻ വേണ്ടത്. എന്തായാലും അടുത്ത ക്ലാസ്സിൽ കൂടി നമുക്ക് ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് റിവിഷൻ എടുക്കാം. പക്ഷെ ഏതെങ്കിലും നോക്കിപ്പോരാനായിട്ട് വേണമെങ്കിൽ ശ്രമിക്കാം. തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? നമുക്ക് ഫ്രൈഡേ അല്ലേ നമുക്ക് ഇനി വരുന്ന ക്ലാസ് അല്ലേ? ഈ ആഴ്ച തന്നെ. കാരണം നാളെ ഹോളിഡേ ആണ്. നമുക്ക് ഈ ആഴ്ച തന്നെ ചെയ്യാൻ കഴിയും. കിട്ടിയായിരുന്നോ റിപ്പോർട്ട്? മെസ്സേജ് കിട്ടിയായിരുന്നോ? അപ്പോ എനിക്ക് പതി അറിയാൻ പറ്റുമോ ഹോളിഡേ ഫൈനലൈസ് ആയിട്ടുണ്ടാവില്ലേ? ഓക്കെ, എന്നിട്ട് എഴുതാൻ മതി കേട്ടോ. എന്തായാലും എനിക്ക് ഫ്രൈഡേ ആണ് ക്ലാസ്. സോ നമുക്ക് ഈ ആഴ്ച തന്നെ തീർക്കാൻ പറ്റുമായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമുക്ക് റിവിഷൻ ക്ലാസ് അവിടെ തന്നെ തുടങ്ങാം. നെക്സ്റ്റ് വീക്ക് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നാളത്തെ ക്ലാസ്സിന്റെ കാര്യം കൺഫേംഡ് ആയിട്ടില്ല കേട്ടോ. എന്തെങ്കിലും വിഷയത്തുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഇൻഫോം ചെയ്യാം. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. Thank you.